ഹലോ കൂട്ടുകാരെ, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങള് നമ്മൾ സ്ത്രീകളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാട്ടോ. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് മാത്രം ഉള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ മാസത്തിൽ ഉണ്ടാകുന്ന പീരീഡ്സ്, മെൻസസ്, മാസക്കുളി എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ അത് നമുക്ക് അള്ളാന്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അത് കറക്റ്റ് ഡേറ്റിനല്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഓവർ ബീഡിങ് ഉള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ അത് കറക്റ്റ് മാസമാവാതെ അങ്ങനെ 2 മാസം 6 മാസം 1 വർഷമൊക്കെ ആവാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ അല്ലെ, ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. അപ്പോൾ കുറെ ആളുകൾക്ക് ഇത് പുറത്ത് പറയാൻ മടിയായിരിക്കും. ഇതിപ്പോ എങ്ങനെ പറയുക, ഇതിപ്പോ എങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിനെ എങ്ങനെ കാണിക്കുക. അപ്പൊ കാണുമ്പോഴന്നെ നമ്മൾ ഗൈനക്കോളജിനെ കാണിക്കണം എന്നില്ല. അതായത് അത്രക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസാണെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഹോർമോണിന്റെ ഒരു ചേഞ്ച് വരികയാണ്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് ഈ ഹോർമോണിന്റെ ചേഞ്ച് വരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടോ അറിയില്ല, ഉള്ള ആളുകൾ ഒന്ന് ഷെയർ ചെയ്യണം. എനിക്ക് തോന്നാറുണ്ട് അത് ഉണ്ടാവുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പൊക്കെ നമ്മുടെ ക്യാരക്ടർ മാറും. നമ്മുടെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം, ഒന്നെങ്കിൽ ഒരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദേഷ്യം, എന്തിനെങ്കിലൊക്കെ ദേഷ്യപ്പെടുക. ഒന്നെങ്കിൽ ആരുമില്ലെങ്കിൽ പിന്നെ കുട്ടികളോട് എന്തിനെങ്കിലും ദേഷ്യപ്പെടുക, വെറുതെ ദേഷ്യം വരിക. അതല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാവുക. ഇനി എനിക്ക് മാത്രമാണോ അറിയില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതായത് ഈ ഡേറ്റ് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴേ, ഈ 2 3 ദിവസമൊക്കെ ബാക്കിയുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടോ. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കും. അതൊക്കെ നമ്മളെ ഈ ഹോർമോണിന്റെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ. അതുപോലെ നമ്മുടെ ശരീരത്തിന് വേദനകൾ ഉണ്ടാവും, കയ്യിന്, കാലിന്, ബ്രസ്റ്റിനൊക്കെ വേദന വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കാലിന് ബാക്ക് പെയിന്, വയറുവേദന, ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. പക്ഷെ അത് നമുക്ക് ആ ഒരു പീരീഡ് ടൈം വന്ന് ഒരാഴ്ച, ഏകദേശം ഒരാഴ്ചയാണ് അത് നിൽക്കുക. അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. അപ്പൊ അത് കഴിഞ്ഞാവുമ്പോൾ നമ്മുടെ ശരീരം ഒരു ഫ്രഷ് ആയ പോലെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് എന്തോ നമ്മളെ തടിയുമെന്നൊക്കെ എന്തോ പോയ പോലെ, നമ്മളെ തടിയൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞ് നീരൊക്കെ ഇങ്ങോട്ട് പോയ പോലെ ഒരു എനർജറ്റിക് ആവാറുണ്ട്, ഒരു എനർജി ഉള്ള പോലെ തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരികളോടൊക്കെ ഇങ്ങനെ അറിയണവർക്ക് ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ. അപ്പൊ പലർക്കും പല രീതിയിലാണ്. ചില ആളുകൾക്ക് തലവേദന, ഛർദി ഉണ്ടാവും, ചില ആളുകൾക്ക് ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പീരീഡ് ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥ. ഇത് നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അല്ലെ. ചിലപ്പോൾ ഇത് ഭർത്താക്കന്മാർക്ക് അറിയില്ല, ഇവൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ, പീരീഡ് ടൈം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അവളോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറണം. ആ സമയത്ത് അവൾക്ക് അസ്വസ്ഥത ഉള്ള സമയമാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് മുതിർന്ന ആളുകൾ, അമ്മായിമ്മമാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും, മറ്റാൾക്കാർ ആരാണോ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഇത് ആ സമയത്ത് നമ്മളോട് ശരിക്കും മനസ്സിലാക്കി പെരുമാറുന്ന വേണം. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ പ്രതികരിക്കും. അതായത് നമ്മളെ മൈൻഡ്, എന്താ പറയാ, മൈൻഡിനൊരു മാറ്റം വരുമല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ദേഷ്യം വരും, നമുക്ക് ഫീലിംഗ് വരും ആ സമയത്തൊക്കെ. അപ്പൊ ആ ഒരു പീരീഡ് ടൈമിൽ ശരിക്കും നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കണം. അത് പിന്നെ പുരുഷന്മാരും മനസ്സിലാക്കേണ്ടതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. പുരുഷന്മാർ കാണുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കണ്ടാൽ നിങ്ങൾക്കത് നിങ്ങളെ ഭാര്യമാർക്ക് ഷെയർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അറിയുന്നതും നല്ലത് തന്നെയാണ്. അപ്പൊ ഞാൻ കൂടുതലും ഇത് സ്ത്രീകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണല്ലോ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് അറിയുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സംഭവങ്ങൾ, ആ ഫസ്റ്റത്തെ 2 ദിവസം ഒന്നും എണീക്കാൻ പറ്റൂല, വല്ലാത്തൊരു അസ്വസ്ഥതായിരിക്കില്ല, എങ്ങോട്ട് പോകാൻ പറ്റൂല, ജോലി ചെയ്യാൻ പറ്റൂല, അങ്ങനെ. പക്ഷെ അതാണ് കഴിഞ്ഞാൽ, ആ ഒരാഴ്ച കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്, ഒരു എനർജറ്റിക് ആണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ പ്രഗ്നൻസി ആ ടൈമിൽ കേട്ടോ, ഹോർമോൺ ചേഞ്ച് ആണല്ലോ.
എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ക്യാരക്ടറിന് മാറ്റം ഉണ്ടാവും, മെന്റലി കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, അത് വേറെ വിഷയമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളാണ്. അപ്പോൾ അതുപോലെ ഇതിന് കുറേ ഞാൻ പറയല്ലോ, ഇപ്പോൾ കാണുമ്പോഴന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകണ്ട. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ ഓവർ ബ്ലീഡിങ് ഉണ്ടാവും. ഈ ഓവർ ബ്ലീഡിങ് നിൽക്കാതെ തുടരെ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി. ഈ ഒരാഴ്ചയിൽ ഇങ്ങനെ ഓവർ ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക. അത് പോകുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും ബ്ലഡ് ഉണ്ടാവാനുള്ള സാധനങ്ങളൊക്കെ കഴിച്ചെടുത്തിട്ട് റെസ്റ്റ് എടുക്കുക. ഇനി അതല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, നമുക്ക് അതുമായിട്ട് സംബന്ധിച്ച് വേദനയും കാര്യങ്ങളും പിന്നെ തലചുറ്റലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടാവാറുണ്ട്. കൂടുതൽ ബ്ലഡ് വരുന്ന സമയത്തൊക്കെ ഞാൻ ആ ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ഓവർ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ജസ്റ്റ് റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് നമ്മൾ കഴിയുന്നതും ശരീരത്തിന് ആ സമയത്ത് കഴിയുന്നതും നമ്മൾ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, ബ്ലഡ് ഉണ്ടാവാനുള്ള ഫുഡ് കഴിക്കുക. അപ്പം നമ്മൾ സ്ത്രീകളാന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ അടഞ്ഞു കൂടി നിൽക്കാതെ നമ്മുടെ ശരീരം നമ്മൾ കെയർ ചെയ്യണം. നമുക്ക് നമ്മളെ മക്കളെ നോക്കണം, ഭർത്താക്കന്മാരെ നോക്കണം, വീട്ടിലുള്ള ആളുകളെ നോക്കണം, അല്ലെ, വീട്ടിൽ വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവരെ നോക്കണം, വീട്ടുജോലികൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഫുള്ള് ഉത്തരവാദിത്തങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്ത ആളുകളാണ്, ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് പറയാനാണ് ഞാൻ പ്രത്യേകം വന്നത്. കുറെ ആളുകൾ ഞാൻ എല്ലാ ജോലി ഇങ്ങനെ ചെയ്യും. അപ്പൊ കുറെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി ചെയ്യാണ്, ശരിക്ക് ചായ അടിക്കൂല, വേഗം ജോലി തീരട്ടെ എന്ന് ആലോചിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. 1-2 ദിവസം നമുക്ക് ഫുഡൊക്കെ കഴിക്കാതെ അങ്ങനെ നമ്മൾ ജോലി ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങനെ ക്ഷീണം വരും, ശരീരത്തിന് ഇങ്ങനെ തളർച്ചയും ക്ഷീണവും ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ കാത്തു രക്ഷിക്കണം എപ്പോഴും. അതായത് പിന്നെ ഈ മെൻസസ് വരുന്നതിന്റെ മുമ്പൊക്കെ നമ്മൾ ശരിക്കും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാതെ ഒരിക്കലും നിൽക്കരുത്. അപ്പൊ നല്ല വയറുവേദന ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ, നല്ല വയറുവേദന ഉള്ള ആളുകൾക്ക് ഞാൻ 2 മരുന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ട്. ഞാൻ പരീക്ഷിച്ചതാണ്, അതിന്റെ റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത്. അതായത് നല്ല വയറുവേദന ഉള്ള സമയമാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഡേറ്റ് ആവുന്നതിന്റെ ആ ഒരാഴ്ച മുമ്പ് നല്ല ഈത്തപ്പഴം നോക്കിയിട്ട് ഓരോ ദിവസം ഈ 2 എണ്ണോ അല്ലെങ്കിൽ ഓരോന്നോ 2 എണ്ണം വീതമൊക്കെ ഇങ്ങനെ കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെൻസസ് ആകുമ്പോൾ ശരീരത്തിന് അങ്ങനെ വേദനയും വലിയൊരു അസ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയുള്ള ബാക്ക് പെയിന്, കാലുവേദന, വയറുവേദന ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഒന്ന് ശമനം കിട്ടും. നമ്മളെ മധുരക്കിഴങ്ങില്ലേ, ഉണ്ടക്കിഴങ്ങ് എന്നൊക്കെ പറയും, അത് പുഴുങ്ങിയിട്ട് കഴിക്കുക. അതായത് നമുക്ക് ഈ ഡേറ്റ് ആവുന്നതിൻ്റെ 2 ദിവസം 3 ദിവസമൊക്കെ മുമ്പ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവില്ല. അപ്പം ഈ വേദന ഉള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. അപ്പം അവർക്ക് ഈ ഒരു മരുന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഉണ്ടക്കിഴങ്ങ് ഞാൻ പറഞ്ഞ ഈ മധുരക്കിഴങ്ങ് നല്ല ഫലം ചെയ്യും കേട്ടോ. അത് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ലല്ലോ, കടയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അത് എല്ലാ സമയത്തും ഉണ്ടാവലില്ല, ഓരോ സീസണിലാണ് ഉണ്ടാവല്. ഈത്തപ്പഴം പിന്നെ എപ്പോഴും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ വേദനയൊക്കെ മാറിക്കിട്ടും. പിന്നെ ഉലുവന്റെ വെള്ളം പറയാറുണ്ട്, ഉലുവ വെള്ളം, അതൊക്കെ കുടിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ. എന്താ പറയാ, മറ്റേ വെളുത്തുള്ളി അതൊക്കെ എന്താ പറയാ ഇങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുന്ന ആ സമയത്തൊക്കെ നല്ല വയറുവേദന ഉണ്ടായിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കരഞ്ഞു പോകും. ആ ഒരു ദിവസം വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പൊ അന്നതുപോലെ വീട്ടിൽ നിന്ന് പിന്നെ ഉലുവന്റെ വെള്ളം, വെളുത്തുള്ളി ഇങ്ങനെ ചുട്ടത് അങ്ങനെയൊക്കെ തരുമായിരുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടി. പക്ഷെ അതിനൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ച് വെറുതെ മെഡിസിൻ കഴിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്നൊന്നും അത്ര ഒരു ഫലം ചെയ്യണമല്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ചെയ്ത് നോക്കിയാൽ മാറാവുന്നതുള്ളൂ. നമുക്ക് ഇതൊന്നും നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യില്ലല്ലോ എല്ലാവരോടും. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബക്കാരെ കണ്ടാൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യാറില്ല. നമ്മളത് കുറെ ഇങ്ങനെ ആരോടും പറയാതെ ഇങ്ങനെ മൂടിക്കൊണ്ടേ നടക്കും. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ആരോടെയും പറയണേ, ഇനി ആരെയും പറഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനെയല്ല, നമ്മൾ അടുത്ത ആൾക്കാരോടും നമ്മളെ ഭർത്താക്കന്മാരോടൊക്കെ ഈ കാര്യങ്ങൾ, നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ അതിനുള്ള പിന്നെ അതുകൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയുള്ള ചികിത്സകളൊക്കെ നടത്തണം. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത് സ്ത്രീകളോട് തന്നെയാണ്.
ഇപ്പോൾ ചില മുതിർന്ന ആളുകളും സ്ത്രീകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായതല്ലേ, ഞങ്ങളൊക്കെ ഇപ്പം ഉണ്ടായി വന്നതല്ലേ. ശരിയാണ്, ഇത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, എല്ലാവരും ഇതിൻ്റെ പ്രയാസം നേരിടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആ സമയത്ത്, ആ ഒരു പീരീഡ് ടൈമിൽ ഈ വീട്ടിലുള്ള ആളുകൾ ചെറിയൊരു പരിഗണന ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1-2 ദിവസം ഒരു റെസ്റ്റ് കൊടുത്താൽ ഒരു ആശ്വാസം ഉണ്ടാവും. നമ്മളും സ്ത്രീകളല്ലേ, സ്ത്രീകളാണ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പുരുഷന്മാർക്ക് ഇപ്പോൾ ഇതൊന്നും അറിയാൻ കഴിയില്ല. ഒരു രാവിലെയാണ് ജോലിക്ക് പോയി, പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ വരുന്നവരായിരിക്കും. പിന്നെ നമ്മൾ റൂമിൽ കയറുമ്പോഴേ അവർക്ക് അറിയുള്ളൂ അല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസത്തിൽ. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന കൂടുതൽ പ്രയാസങ്ങൾ അറിയില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ആരോഗ്യം നോക്കിയാൽ വേറെ ആരും വരില്ല, നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരം അതിനനുസരിച്ചുള്ള ഭക്ഷണവും വെള്ളവും നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.